പ്രിയമുള്ളവരെ, പല ആളുകളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് വെരിക്കോസ് വെയിൻ. നമ്മുടെ ശരീരത്തിൽ രണ്ട് തരത്തിലുള്ള രക്തക്കുഴലുകളുണ്ട്. പ്രധാനമായിട്ടും ഹൃദയത്തിൽ നിന്നും ശുദ്ധരക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ധമനികളും, തിരിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അശുദ്ധരക്തം ശേഖരിച്ച് തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന സിരകളും. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അശുദ്ധരക്തം ശേഖരിച്ചുകൊണ്ട് തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന സിരകളുടെ പ്രവർത്തനം വളരെ സങ്കീർണമാണ്. അതായത് ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിക്കൊണ്ട് ഹൃദയത്തിൽ നിന്നും വളരെ അകലെയുള്ള കാലുകളിൽ നിന്നും മറ്റും താഴ്ഭാഗത്തിൽ നിന്ന് മുകൾ ഭാഗത്തേക്ക് രക്തം കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നത് ഈ സിരകൾക്കകത്തുള്ള വാൽവുകളാണ്. ഈ വാൽവുകൾ ഒരേ ഭാഗത്തേക്ക് മാത്രം, അതായത് താഴ്ഭാഗത്തിൽ നിന്ന് മുകൾ ഭാഗത്തേക്ക് മാത്രം രക്തം പമ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ഈ വാൽവുകൾക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ സിരകളിലൂടെ രക്തം മുകളിലേക്ക് പോകുന്നതിന് തടസ്സം സംഭവിക്കുകയും സിരകളിൽ രക്തം കെട്ടിക്കിടക്കുന്നൊരു സാഹചര്യം വരികയും ചെയ്യും. ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന രക്തം അശുദ്ധ രക്തമാണെന്ന് കൂടി മനസ്സിലാക്കുക. അങ്ങനെ സിരകളിൽ രക്തം കെട്ടിക്കിടക്കുന്ന ഈ ഒരു കണ്ടീഷനാണ് വെരിക്കോസ് വെയിൻ എന്ന രീതിയിൽ കാലുകളിൽ ഉണ്ടാകുന്നത്. ഈ വെരിക്കോസ് വെയിൻ വരുന്നതിന് പല ഘടകങ്ങളുണ്ട്. ഒന്ന് ഹെറിഡിറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്, പാരമ്പര്യമായിട്ട് വരുന്നതാണ്. അതായത് പാരമ്പര്യമായിട്ട് അച്ഛനും അമ്മയ്ക്കുമൊക്കെ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ പലപ്പോഴും അത് മക്കൾക്കും ഒക്കെ വരാനുള്ള സ്കോപ്പുണ്ട്. ഹെറിഡിറ്ററി ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നിന്നുകൊണ്ടോ ജോലി ചെയ്യുന്ന ആളുകളിൽ വെരിക്കോസ് വെയിൻ വരാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ അമിതവണ്ണമുള്ള ആളുകൾ, ഇനി പ്രഗ്നൻസി സമയത്ത് ഗർഭകാലത്ത് ഹോർമോൺ വേരിയേഷൻ്റെ ഫലമായിട്ടും വെയിറ്റ് ഗെയിൻ്റെ ഫലമായിട്ടുമെല്ലാം വെരിക്കോസ് വെയിൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ സ്മോക്കിംഗ് ഹാബിറ്റ്, പുകവലിക്കുന്ന ആളുകളിൽ വെരിക്കോസ് വെയിനുള്ള സാധ്യത കൂടുതലാണ്. ഈ വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ വെരിക്കോസ് വെയിനിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് വരുന്ന വെരിക്കോസ് അൾസറുകൾ വളരെ സങ്കീർണമായൊരു കാര്യമാണ്. പലപ്പോഴും വെരിക്കോസ് അൾസർ വന്നു കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്ത് അത് മാറിക്കിട്ടാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ വെരിക്കോസ് വെയിൻ വരാതെ നോക്കുക, അതല്ലെങ്കിൽ വന്നതിനെ അധികം കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതശൈലിയിലും അതുപോലെ നമ്മളെ ഭക്ഷണക്രമത്തിലും എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള വെരിക്കോസ് വെയിനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. വെരിക്കോസ് വെയിൻ വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് പ്രൊലോങ്ഡ് സ്റ്റാൻഡിങ് അല്ലെങ്കിൽ പ്രൊലോങ്ഡ് സിറ്റിംഗ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇരുന്നു കൊണ്ടോ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൽ ഒരു മാറ്റം വരുത്തണം. കണ്ടിന്യൂസ് ആയി ഇരിക്കുന്നതിന് പകരം കുറച്ച് സമയം എണീക്കുകയും അല്ലെങ്കിൽ നടക്കുകയും ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരേ നിൽപ്പിൽ നിൽക്കാതെ പരമാവധി നടക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഗുണകരമാകും. നിൽക്കുന്നതിന് പകരം നടന്നുകൊണ്ട് ജോലി ചെയ്യുകയാണെങ്കിൽ, നടന്നുകൊണ്ട് ചെയ്യുന്ന ജോലികളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അത് ഹെൽപ്ഫുൾ ആവും. നടക്കുമ്പോൾ അത് കാഫ് മസിൽസിനൊക്കെ സ്ട്രെച്ചിങ് ലഭിക്കുകയും അതുവഴി ഇത്തരത്തിലുള്ള വെരിക്കോസ് വെയിൻ കുറക്കാനും കഴിയും. കാഫ് മസിൽസിന് സ്ട്രെച്ചിങ് ലഭിക്കുന്ന രീതിയിലുള്ള വർക്കൗട്ടുകൾ ചെയ്യുകയാണെങ്കിൽ വെരിക്കോസ് വെയിൻ നമുക്ക് തടയാൻ കഴിയും. ഇനി വെരിക്കോസ് വെയിൻ ഉള്ള ആളുകളാണെങ്കിൽ പരമാവധി കാലുകൾ പൊക്കി വെക്കുന്ന ഒരു രീതി, അതായത് നമ്മൾ ഇരുന്നു കൊണ്ട് കാലുകൾ പൊക്കി വെച്ചതുകൊണ്ട് കാര്യമുണ്ടാവില്ല. കാരണം കാലുകൾ പൊക്കി വെക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൻ്റെ ലെവലിനേക്കാൾ മുകളിലേക്ക് വരണം. അതുകൊണ്ട് മലർന്ന് കിടന്നുകൊണ്ട് കാലുകൾ 90 ഡിഗ്രി പൊക്കി വെക്കുന്ന രീതിയിലാണെങ്കിൽ മാത്രമേ അതിനൊരു എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ. ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ സിരകളിൽ കെട്ടിക്കിടക്കുന്ന ബ്ലഡ് തിരിച്ച് ഫ്ലോ ചെയ്യാൻ സഹായിക്കും. ലിഫ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം സ്റ്റെപ്പുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് കയറി ഇറങ്ങുകയാണെങ്കിൽ അത് കാഫ് മസിൽസിൻ്റെ സ്ട്രെച്ചിങ്ങിന് കൂടുതൽ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ആ രീതിയിലുള്ള എക്സസൈസുകളും വർക്കൗട്ടുകളും ചെയ്യാൻ ശ്രമിക്കുക. വെരിക്കോസ് വെയിൻ ഉള്ള ആളുകളാണെങ്കിൽ കംപ്രഷൻ സ്റ്റോക്കിങ്സുകൾ ഉപയോഗിക്കുക. അതുപോലെ മസാജ് ചെയ്യുകയാണെങ്കിൽ താഴ്ഭാഗത്തു നിന്നും മുകളിലേക്ക് മസാജ് ചെയ്യുക, അല്ലാതെ മുകളിൽ നിന്ന് താഴേക്കല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഭക്ഷണത്തിൽ എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് നോക്കാം. ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, കാലിലുള്ള വെരിക്കോസ് വെയിൻ പോലെ തന്നെ ദ്വാരത്തിനടുത്തുള്ള വെയിനുകൾക്ക് വരുന്ന പ്രശ്നമാണ് നമ്മളെ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പൈൽസിൽ പറഞ്ഞിരിക്കുന്ന ഭക്ഷണക്രമങ്ങളൊക്കെ വെരിക്കോസ് വെയിനിനും ബാധകമാണ്. റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോറുകൾ, എക്സാമ്പിൾ മൈദ, അതായത് ആട്ടയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഫൈബർ ഒഴിവാക്കിയിട്ട് വരുന്നതാണെന്ത് മൈദ. അതല്ലെങ്കിൽ പോളിഷ്ഡ് ആയിട്ടുള്ള വൈറ്റ് റൈസുകൾ, അതായത് തവിട് കളഞ്ഞ് വരുന്ന റൈസുകൾ, ഇത്തരത്തിലുള്ളതൊക്കെ ഒഴിവാക്കുക. അതായത് തവിട് കളഞ്ഞത് അല്ലെങ്കിൽ നാരുകൾ ഇല്ലാത്തത് അല്ലെങ്കിൽ ഫൈബർ ഇല്ലാത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതിന് പകരമായിട്ട് നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ധാന്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ തവിട് കളയാത്ത ധാന്യങ്ങൾ, അതായത് ബ്രൗൺ റൈസ് ഉപയോഗിക്കുക, അതുപോലെ ഓട്സ് ഉപയോഗിക്കുക. അപ്പോൾ ആ രീതിയിൽ ഇനി നമ്മൾ പൊടികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആട്ട പോലെയുള്ള തവിട് കളയാത്ത അല്ലെങ്കിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള പൊടികൾ ഉപയോഗിക്കുക. ഇനി ബ്രെഡ് ഉപയോഗിക്കുകയാണെങ്കിൽ വൈറ്റ് ബ്രെഡിന് പകരം ബ്രൗൺ ബ്രെഡ് ഉപയോഗിക്കുക. വൈറ്റ് ബ്രെഡ്
പൂർണ്ണമായിട്ടും മൈദയാണെങ്കിൽ ബ്രൗൺ ബ്രെഡിൽ 50% കൂടുതൽ ആട്ടയാണ്. അപ്പോൾ ആ രീതി ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ഫൈബർ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത് ഒഴിവാക്കുക. നന്നായിട്ട് ഫൈബർ അല്ലെങ്കിൽ നാരുകൾ അടങ്ങിയതാണ് പഴങ്ങളും പച്ചക്കറികളും. അതായത് പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. വൈറ്റമിൻ സി രക്തക്കുഴലുകൾക്ക് ബലം നൽകുന്ന കൊളാജൻ ഫൈബേഴ്സിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള സിട്രസ് ഫാമിലിയിൽപ്പെട്ട പഴങ്ങളൊക്കെ ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള മറ്റൊന്നാണ് ഇലക്കറികൾ. ഇലക്കറികൾ ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, കാരണം അതിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടതുണ്ട്. ഒരു ദിവസം 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കേണ്ടതുണ്ട്. നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ചർമ്മത്തിൻ്റെയും അതുപോലെ രക്തക്കുഴലുകളുടെയും ആരോഗ്യത്തിന് ഗുണകരമാണ്. അത് വെരിക്കോസ് വെയിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറക്കും. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കേണ്ട ഘടകങ്ങളാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫ്രൈഡ് ഐറ്റംസ്. കാരണം ഇവയിൽ ഉയർന്ന അളവിൽ ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫൈബർ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ടതുണ്ട്. കാരണം ഉപ്പ് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ബ്ലഡ് പ്രഷർ കൂടുന്നതിനും അതുവഴി നമ്മുടെ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. കൂടുതൽ പഞ്ചസാര ചേർത്ത ഷുഗർ കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. പഞ്ചസാരയുടെ ഉപയോഗം പരമാവധി കുറക്കണം. കാരണം പഞ്ചസാര കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂടുകയും അതുവഴി രക്തത്തിൻ്റെ വിസ്കോസിറ്റി കൂടുകയും അത് രക്തപ്രവാഹത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. തന്നെ വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാലും പാലുൽപ്പന്നങ്ങളുടെയും ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ടതുണ്ട്. കാരണം അത് പലപ്പോഴും വെരിക്കോസ് വെയിനിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂട്ടാൻ സാധ്യതയുണ്ട്.